السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരെ, മറ്റു ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരന്മാരെ, SKSF പ്രവർത്തകരെ, നമുക്കറിയാം നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് SKSF നടത്തുന്ന മനുഷ്യജാലികയുടെ പരിപാടിയിലാണ്. നമ്മുടെ മനുഷ്യജാലിക വർഷം തോറും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴടക്കമായ SKSF നടത്തിവരാനുള്ള മനുഷ്യജാലിക നാം ഇപ്രാവശ്യവും വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് ഏറ്റവും പ്രസക്തമായ രീതിയിലാണ് നമ്മുടെ ഈ ഒരു മനുഷ്യജാലിക നടത്തേണ്ടത്. കാരണം ഇന്ന് ലോകത്ത് നമ്മുടെ മുസ്ലിം സമുദായത്തിന്, നമ്മുടെ സഹോദരന്മാരിന്ന് ഫലസ്തീനിൽ അവിടെ വലിയൊരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ. ഇസ്രായേൽ ഭീകരന്മാർ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ പിഞ്ചുമക്കളെ, സഹോദരിമാരെ വളരെ ക്രൂരമായ രീതിയിൽ ഇന്ന് അവിടെ വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും നമ്മുടെ ഒരു മനുഷ്യജാലിക നമ്മുടെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഇന്ന് ഇസ്രായേലിൽ ഏറ്റവും ഭീകരന്മാരായ ഇസ്രായേലിയർ നമ്മുടെ ഫലസ്തീനിലെ പിഞ്ചു മക്കളെ പോലും ഒഴിവാക്കാതെ അവിടെയുള്ള സ്ത്രീകളടക്കം പിഞ്ചു മക്കളെ ഇന്ന് ക്രൂരമായ രീതിയിൽ വധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ മിണ്ടാതിരിക്കാൻ സാധിക്കുക? കാരണം നമ്മുടെ സഹോദരന്മാരാണ് ഇന്ന് ഫലസ്തീനിൽ ദിനംതോറും മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരിക്കലും ഈ ഒരു നമ്മുടെ ഈ ഒരു മനസ്സാക്ഷി നിരക്കാത്തതായിട്ടുള്ള നമ്മളൊരിക്കലും നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കേണ്ടതുണ്ട്, എന്തിന് നാം മിണ്ടാതിരിക്കണം? നമ്മുടെ സഹോദരന്മാർ ഇന്ന് അവിടെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ സുഖമായി ജീവിക്കാൻ സാധിക്കുക? നാം മനസ്സിലാക്കണം, നമ്മുടെ മുൻ നേതാക്കന്മാർ നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ കേരള മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ അത് നാം മനസ്സിലാക്കണം, കേരള മുസ്ലിങ്ങൾ എന്ന് നാം ഒതുക്കുകയല്ല, മറിച്ച് അത് ലോക മുസ്ലിങ്ങളുടെ പ്രസ്ഥാനം തന്നെയാണ്. കാരണം പണ്ഡിതന്മാരുടെ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അള്ളാഹുവിനെ അടുത്തറിഞ്ഞ വലിയകൾ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതെന്തുകൊണ്ടും നമ്മുടെ കേരളത്തിൽ ഒതുങ്ങുകയില്ല, മറിച്ച് നമ്മുടെ ലോക മുസ്ലിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യജാലിക, നമ്മുടെ ഇന്നിവിടെ ഒത്തുകൂടൽ, ഒരുമിക്കൽ നമ്മുടെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഹബിലുല്ലാഹി മഅൽ ജമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുമിച്ച് നിൽക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ഒരുമിച്ച് കൂടണം. നാം ഇന്നൊരു മനുഷ്യജാലിക തീർക്കുമ്പോൾ നമ്മുടെ ഫലസ്തീനിലെ പിഞ്ചുകുട്ടികളെയും അവിടെയുള്ള സഹോദരന്മാരെയും നാം ഓർമ്മിക്കണം. അവർക്ക് വേണ്ടി ആവട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.